ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നെന്മാർക്ക് പോകുന്നത് 2 ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്ന കാര്യം. കുറച്ച് വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നോക്കിയായിട്ടാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. പൂ വയ്ക്കാൻ ഒരു ആഗ്രഹം തന്നിട്ട് പോണ വഴിക്ക് തന്നെ കുന്നുങ്ങളെത്തിയപ്പോൾ നമ്മൾ പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത പൂവായിരുന്നു. ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ സ്ഥിരം ചായ കിടന്ന് ചായ കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അപ്പോൾ അമ്മയും വട വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടാത്ത ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ കണ്ടത്. അത് ഞാനൊരു ബൂസ്റ്റും കൂടെ കുറിച്ച് നമ്മളോട് തിരിച്ചറിഞ്ഞു. വട നല്ല ടേസ്റ്റിലോണ്ട് തന്നെ ഞാൻ ഒരെണ്ണം പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ബൈ ദ വേ അപ്പു പാലക്കാട് വരുന്നില്ല കേട്ടാ, ഞങ്ങൾ മാത്രമാണ് പോകുന്നുണ്ടായിരുന്നത്. അവൻ എക്സാം ആയിട്ട് തന്നെ കുറെ പഠിക്കാണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവൻ ഇവിടെ പാർലിക്കാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടില്. പിന്നെ പൂവിന്റെ കഥ പറയുകയാണെങ്കിൽ വെക്കാൻ കൊതിയായിട്ട് മേടിച്ചായിരുന്നു. ഇതാണെങ്കിൽ മണമില്ല ഗുണമില്ല ഒന്നുമില്ല. ഇത് എന്തോ ഒരു പ്ലാസ്റ്റിക് പൂ പോലത്തെ പൂവായിരുന്നു. അങ്ങനെ നമ്മൾ ആൾത്തുരത്തിപ്പോ നമുക്ക് വിളക്ക് മേടിക്കാണ്ടായിരുന്നു. അപ്പൊ വിളക്കും ഒരു ഗ്ലാസ് മേടിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചിറങ്ങി. ഗ്ലാസ് വെച്ച് കുറച്ച് ഷോ കാണിക്കുമ്പോഴേക്കും 3 ആൾക്കും വിശന്ന് തുടങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ വീടെത്തി ഒരു ഉറക്കം പാസ്സായതിനു ശേഷം എനിക്ക് നമ്മൾ വൈകിട്ട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയി വന്നിട്ടാണ് പിന്നെ വിളക്കിന്റെ പരിപാടി തുടങ്ങി പോയത് കേട്ടോ. സംഭവം എന്റെ വീടിന്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ പരിപാടി അമ്പലമൊക്കെ. ഞാൻ ചെന്നൈക്കിപ്പോ ചാച്ചമാർ ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ. മണ്ഡപം കെട്ടാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ കുറച്ച് നേരം അവരോട് സംസാരിച്ചതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ കിടന്നുറങ്ങി രാവിലെയാണ് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. വന്നപ്പോ ഇങ്ങനെ അവിടെ കൊട്ടൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ഡപത്തിന്റെ പണിയും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഞങ്ങൾ കൊട്ടും കണ്ടു പ്രസാദം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. കാരണം ഉച്ചയാണ് സമയം. ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തിരക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണട്ടോ എല്ലാവരുമായിട്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ എനിക്ക് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ ഇതേ പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും കുട്ടികളാണ്. എനിക്ക് വലിയ പോരാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഉണ്ണകളൊക്കെ ഓണത്തിന്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഡാൻസ് കളിച്ചുകൊണ്ടോളാണ് കേട്ടോ. ഇവരൊക്കെ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ വരുന്നത്. ചേച്ചി ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ ഇവര്. അങ്ങനെ താലെടുക്കുന്ന സമയപ്പോൾ ഉണ്ണിയുടെ താലം പിടിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അവളാണ് ശരിക്കും താലെടുക്കണം, ഞാൻ താലം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പരിപാടി തുടങ്ങിയത് ഞങ്ങൾ പരിപാടി ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ ബാക്കിൽ കൂടെ പോയിട്ട് ഫസ്റ്റ് അമ്പലത്തിന്റെ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ട് അവിടുത്തെ പരിപാടിയുടെ ഇടയിൽ ഞാനും ചെറുതും കൂടെ മുങ്ങിയിട്ട് പോയിട്ട് പായസം കട്ട് തന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കുള്ള പായസമായിരുന്നു. ഞങ്ങൾ നൈസിലെടുത്ത് മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ വന്നു. ചേട്ടന് ഞാനും കൂടെ 2ാമത്തെ കപ്പ് എടുത്ത് മുക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ രസമല്ലേ ആശേ. അങ്ങനെ അതും പറഞ്ഞ് ഞങ്ങൾ കുറച്ചേരം കൂടെ പരിപാടി കണ്ടിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ പോയി വീടിനോട് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടാ കാര്യം. ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണമുള്ളത് നമുക്ക് മുഖ്യം. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും പാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വേഗം അവിടെ പോയി ഇരുന്നു. കുറച്ചേരം ഇങ്ങനെ പാട്ടൊക്കെ കണ്ട് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കറണ്ട് പോയപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 5 മണിയായപ്പോഴേക്കും രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കൊന്ന് കോളേജിൽ ഓണം സെലിബ്രേഷൻ അല്ലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പോകാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീട്ടാണെന്നായിരിക്കും. ബൈ ബൈ, സീ യു.